ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ ബാലൻ വൈജയുടെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അവിടെ വന്നതിന് ശേഷം അമ്മയോട് സംസാരിക്കവേ അമ്മയാണെങ്കിൽ ബാലൻ്റെ പിടിപ്പുകേടെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ പിഴച്ചു പെറ്റ ഒരു മകളെ അന്യൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നല്ല സ്വർഗതുല്യമായൊരു ജീവിതം കൈക്കുമ്പിളിൽ കിട്ടുമ്പോൾ അവിടെ എങ്ങനെ ജീവിക്കണമെന്ന് അമ്മ ഒരിക്കലെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞ വാക്കുകളാണല്ലോ, അത് അമ്മയുടെ ചങ്കിനകത്ത് തുളഞ്ഞങ്ങ് കയറി. പുള്ളിക്കാരിയാണെങ്കിൽ ആകെ ഇതായിട്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ച് ബാലൻ പെരുമാറുകയായിരുന്നു എന്ന് പറയുമ്പോൾ, അമ്മേ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കുടുംബം മുഴുവനും എന്നെ ചതിക്കാൻ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ അമ്മ സംസാരിച്ചതിനെല്ലാം നല്ല തക്ക മറുപടി കൊടുത്ത് ആ അമ്മയുടെ വായ അടപ്പിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. കാരണം എന്താ, ബാലന് ഒരു പുല്ലും ഇല്ല എന്നുള്ള രീതിയിൽ ഇവരെ എല്ലാവരെയും വെറും ഇതായിട്ടാണ് ബാലൻ കാണുന്നതെന്നൊക്കെ ബാലൻ ഇങ്ങനെ അമ്മയുടെ മുന്നിലിരുന്ന് സംസാരിച്ചു. ഇനിയെങ്കിലും മകൾക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുക്ക്. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി എൻ്റെ കുടുംബത്തിൽ ജീവിച്ചാൽ അവൾക്കൊരു കുടുംബമെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ അവൾ തിരിഞ്ഞിരുന്ന് ഒരുപാട് കരയേണ്ടി വരും, ഒരുപാട് അവൾ പശ്ചാത്തപിക്കേണ്ടി വരും എന്ന കാര്യം പറയാം. വൈജയ് എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ ലെവലേശം സ്നേഹമോ അനുകമ്പയോ ദയോ ഇതൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അവൾക്ക് ഈ ലോകത്ത് അവളെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അലീനയാണെന്നും അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾ കരയേണ്ടി വരുന്നതും ഈ അലീനയെക്കുറിച്ച് ഓർത്തായിരിക്കും എന്നും ബാലൻ അമ്മയ്ക്ക് താക്കീത് കൊടുക്കുക. അപ്പോൾ ബാലൻ എന്നാ അവളെ ഓർത്ത് എന്തിനാ എൻ്റെ മോള് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് അമ്മയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു ബാലൻ. അവൾ നിൻ്റെ മോളല്ലേ, അപ്പോൾ നിൻ്റെ മോളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ മോളെ എന്തിനാ തള്ളി പറയുന്നത്? അവളെപ്പോലെ തന്നെ ഒരേ തെറ്റ് ചെയ്ത ആളല്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ ബാലനൊന്ന് ചിരിച്ചു. അപ്പം ഞാൻ ആ തെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മകൾ പുണ്യാളത്തിയാണെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. അവൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തായാലും എനിക്ക് പറ്റിയ അബദ്ധം അത് ഞാൻ എല്ലാവരോടും തുറന്നു പറയാൻ മനസ്സ് കാണിച്ചു. അതിനനുസരിച്ച് ഞാൻ എല്ലാവരുടെ അടുത്ത് നിൽക്കുകയും ചെയ്തു. പക്ഷേ അമ്മയുടെ മോൾ എന്താ ചെയ്തത്? ഇപ്പോഴും താൻ പതിവ്രതയാണെന്ന് എൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയല്ലേ എന്ന് ചോദിച്ചു. ലെവലേശമുള്ളിലൊരു കുറ്റബോധം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എന്ന് വെച്ചു. അമ്മയ്ക്ക് നാണമുണ്ടോ എന്നോട് ഇങ്ങനെ സംസാരിക്കാനെന്ന് ചോദിക്കുക. സ്വന്തം മകളുടെ ചെയ്തികളെ ന്യായീകരിച്ച് മകളുടെ ഭർത്താവിൻ്റെ മുന്നിൽ അവളെ വലിയവളാക്കി കാണിച്ച് സംസാരിക്കാൻ അമ്മയ്ക്ക് നാണം ഇല്ലേ, ലജ്ജ തോന്നുന്നില്ലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ കേട്ട് അമ്മ ഇങ്ങനെ കരയല്ലേ. ഞാനായിട്ട് ഇനി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇനിയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു ബാലൻ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. അതും പറഞ്ഞു ബാലൻ, എന്നാൽ പിന്നെ ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞങ്ങ് പോയി. ബാല, നീ അലീനയുടെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എൻ്റെ മോളെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. അമ്മയോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അലീന ഇപ്പം എൻ്റെ മകളായി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ വൈജ പ്രസവിച്ച പെൺകുട്ടി നാളെ അവളെ തേടി അവളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അമ്മയുടെ മകളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാല എന്നും പറഞ്ഞ് വിളിച്ചു. അല്ല, വന്നാൽ ഒരു സാധ്യത മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അതിനകത്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നും ബാലൻ ഇങ്ങനെ പറയുന്നേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല, അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അമ്മ ഉത്തരം പറയണമെന്നില്ല, അമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നന്നായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. ബാലൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ എണ്ണങ്ങളും കൂടെ കാത്തു കെട്ടി അവിടെ നിൽക്കുക. അപ്പോൾ ശിവൻ അവിടെ, ബാല അമ്മയെ കണ്ടോയെന്ന് ചോദിച്ചു. കണ്ടു ശിവേട്ടാ. ഷേവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു. നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നീ രോഹിത്തിനെ കാണാൻ പോയായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ രോഹിത്തിനെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഹരിയെ കണ്ടായിരുന്നോ? ഹരിയെ കാണാൻ സാധിച്ചില്ല, ഞാൻ രോഹിത്തിനെ കണ്ടു. എന്തായാലും ശിവേട്ടൻ കഴിഞ്ഞ ദിവസം പോയി ഹരിയെ കണ്ടിട്ട് വന്നതാണല്ലോ, അന്ന് രോഹിത്തിനെ കാണാൻ അവർ സമ്മതിച്ചിരുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചതെന്നുള്ള കാര്യം പറയുക. പക്ഷേ ശിവേട്ടനെ പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ മാക്സിമം നോക്കി ഹരിയെ കാണാനായിട്ടെന്നും പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മനു ബാലനോട്. അങ്ങനെ എന്ത് വിശേഷം പറയാനാ മനു? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. അവന്മാർ രണ്ടുപേരും ജയിലിൽ കിടപ്പുണ്ട്. അവന്മാരെ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ ബാല എന്ന് കമല ചോദിച്ചു. എന്നാ ചെയ്യണമെന്നാ കമലടത്തി പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, അലീനയെന്ന് പറയുന്നവളെ 2-3 പ്രാവശ്യം എങ്ങാണ്ട് ശരണിയെന്ന് പറയുന്ന പെണ്ണിൻ്റെ വീട്ടിൽ പോയെന്നൊക്കെ അറിഞ്ഞു. ഇനി അവൾ വഴി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവരെ ഒന്ന് മയപ്പെടുത്തി എടുക്കാനൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഒന്ന് നോക്കിക്കൂടെ ബാലാന്ന് ചോദിക്കുമ്പോൾ അലീനയെ അതിനൊന്നും കിട്ടത്തില്ല കമലടത്തി എന്ന് പറഞ്ഞു. അവൾ പിന്നെ എന്നാ കാണിക്കാനാ ഏത് നേരം അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത്
അവൾ എന്തിനാ പോകുന്നതെന്ന് അവളെല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണല്ലോ പോയതെന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ കുടുംബത്തോട് സ്നേഹവും അല്ലെങ്കിൽ കൂടപ്പറപ്പുകളാണെന്ന് വിചാരിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്ത് സ്നേഹമൊന്നും കാണിക്കാത്തവരൊന്നും ഒരിക്കലും നേർവഴിക്കൊന്നും പോകത്തൊന്നുമില്ല. അതുമാത്രമല്ല, അവൾ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നു ഈ കമല. അപ്പം കമല അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കമലയിടത്തിയുടെ ന്യായം. കമലയിടത്തിക്ക് അത് അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ കമലയിടത്തി എന്ന് പറഞ്ഞു. എന്തിനാണോ അലീന അവിടെ പോകുന്നത്, അലീന ആ കാര്യങ്ങൾ നിർവഹിച്ച് നേരെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. അല്ലാതെ എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് ഞാനൊരിക്കലും അവളുടെ കാല് പോയി പിടിക്കില്ല എന്ന് പറഞ്ഞു. അത് ചെയ്താൽ ഞാനല്ലാതാകും, എൻ്റെ ആത്മാഭിമാനം അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, ബാല നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. കമലയിടത്തി പറയുന്നത് കേട്ട് ശിവേട്ടൻ വീണ്ടും തുള്ളുവാണോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ ഈ കാര്യം അലീനയോട് പറയില്ല. അലീന എന്തിനാണോ ആ കൊച്ചിനെ കാണാൻ അവിടെ പോയത്, ആ കാര്യം നടത്തി അവൾ തിരിച്ചു വരും. അവളിപ്പോഴും ആ അതിജീവിതയുടെ കൂടെ തന്നെയാണെന്ന കാര്യം പറയുക. അവൾക്ക് നാണമില്ലല്ലോ എന്ന് പറയുമ്പം കമലയിടത്തിയുടെ മകൻ ചെയ്തത് നാണമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ബാലൻ കമലയുടെ വായ അടപ്പിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ ബാലന് ചായ വല്ലതും എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ചായ എടുക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെല്ല് കമല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടു. കമലയിടത്തി എനിക്ക് ചായയൊന്നും എടുത്ത് തരേണ്ട ആവശ്യമില്ല എന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ പ്രാഗി നേർന്ന് ചായയൊന്നും കൊണ്ട് തരേണ്ട കാര്യമില്ലെന്നു. അയ്യോ ബാലൻ, ഞാൻ അങ്ങനെയൊന്നും വേണ്ട കമലയിടത്തി എന്ന് പറഞ്ഞു. എനിക്ക് ചായ വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ ബാലനും ശിവനും മനുവും ഒക്കെ കൂടെ നിന്ന് അവിടെ നിന്നങ്ങ് സംസാരിക്കുമ്പോൾ വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇവർ നിന്ന് സംസാരിക്കുമ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുക. അപ്പോൾ ഈ വൈജയം അതുപോലെ അവിടെ കിടന്ന് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കമലയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോന്ന് പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കമല വന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ കുടുംബത്തോടുള്ള സ്നേഹം കുറച്ചെങ്കിലും അവൾക്കുണ്ടെങ്കിൽ, കൂടപ്പറപ്പിനോടും അച്ഛനോടൊക്കെയുള്ള സ്നേഹം അവൾക്കുണ്ടെങ്കിൽ ഒന്ന് അവളോട് ഈ ശരണ്യോട് സംസാരിക്കാൻ പറയാനായിട്ട് കമല പറയുമ്പോഴേക്കും ബാലൻ ചോദിച്ചു, അതിന് അലീനയുടെ കുടുംബം ഏതാണെന്ന് ചോദിച്ചു. ഇവിടെയാണോ അതോ അങ്ങ് കടപ്പാട്ടൂരാണോ, ഏതാ ശിവേട്ട അവളുടെ കുടുംബം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതെന്നാ ചോദ്യ ബാലൻ്റെ മകളല്ലേ അവള്, പിന്നെ അവൾ ആരുടെ കുടുംബത്തിൽ അംഗമാണെന്നാ ബാലൻ ഈ പറയുന്നതെന്നൊക്കെ നേരത്തെ കമല ചോദിച്ചു. ആണോ ശിവേട്ട, അതിൽ വല്ല ഉറപ്പുണ്ടോ എന്നിങ്ങനെ ബാലൻ ശിവനോട് ചോദിക്കുക. അപ്പോൾ കമലയ്ക്കൊരു സംശയം, അതെന്താ അങ്ങനെ ബാലൻ്റെ ഒരു ടോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ ചെല്ല് കമല, നിന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്യാം, ചെല്ല ബാലൻ ചായ എടുത്തോണ്ട് പോവാ ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കമലയെ പറഞ്ഞു വിട്ടു. ബാല ഇനിയെങ്കിലും ഈ രീതിയിലൊന്നും ഇവിടെ വെച്ച് സംസാരിക്കരുതെന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ വായടപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അലീനയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക അത് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരരുത്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തതിന് അലീനയെ ഒരിക്കലും അതിന് ഇടനിലക്കാരിയാക്കി നിർത്താൻ എനിക്ക് കിട്ടത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ ആത്മാഭിമാനം അതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അച്ഛൻ എന്താ നാണയില്ലേ എന്ന് ചോദിച്ചു മനു. എടാ ജയിലിൽ കിടക്കുന്ന നിൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന് ശിക്ഷ അനുഭവിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വാക്കും കേട്ട് എടുത്തു ചാടുന്നവരല്ല ആ ശരണി എന്ന് പറയുന്നവരുടെ വീട്ടുകാർ, മനസ്സിലായോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ശിവനിങ്ങനെ മാറി വെളുത്ത് അവിടെ അങ്ങനെ നിൽക്കും. ആ സമയം മനു ആണെങ്കിൽ ബാലനോട് ഇന്ന് ക്ഷമ ചോദിക്കുകയാണ്. എടാ നിൻ്റെ അച്ഛന് വിവരമെന്ന് പറയുന്ന ഒന്നില്ല, അതുപോലെ ചിന്തിക്കാനുള്ള കഴിവുമില്ല. നിൻ്റെ അമ്മ പറയുന്നത് കേട്ട് എടുത്ത് ചാടാൻ മാത്രമേ നിൻ്റെ അച്ഛൻ അറിയുള്ളൂ. ആത്മാഭിമാനം എന്നുള്ളതൊന്നും നിൻ്റെ അച്ഛനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏതും പോരാത്ത അലീനയോട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അയാൾ പറയുമോ, അത് പറയാൻ അയാളുടെ നാവ് പൊങ്ങുമോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനുവിനോട് ചോദിക്കും. അങ്ങനെ മനുവും ബാലനും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.